അപ്പോൾ ഇന്ന് ഞാൻ സ്കൂൾ യൂണിഫോമിലൊക്കെ വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? ഇന്ന് ഞാൻ സ്കൂൾ ലൈബ്രറിയിലെ ഒരു ബുക്കാണ് കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഡേവിഡ് വില്യംസിൻ്റെ മെഗാ മോൺസ്റ്റർ എന്ന ബുക്കാണ്. അപ്പോൾ കുറേ നാളായി ഞാനൊരു ബാലസാഹിത്യം ഒക്കെ വായിച്ചിട്ട്. അപ്പോൾ ഈ മെഗാ മോൺസ്റ്റർ എന്ന ബുക്ക് ശരിക്കും ഡേവിഡ് വില്യംസ് എപ്പോഴും ഹി ഓൾവേസ് മാനേജസ് ടു വേക്കപ്പ് ദ ഇന്നർ ചൈൽഡ് ഇൻസൈഡ് അസ് എന്ന് തന്നെ പറയണം. പിന്നെ നമ്മളുടെ മുഖത്ത് ഒരു ചിരി കൊണ്ടുവരാൻ ഡേവിഡ് വില്യംസിന് പലപ്പോഴും സാധിക്കാറുണ്ട്. എൻ്റെ ഫസ്റ്റ് ബുക്ക് ഓഫ് ഡേവിഡ് വില്യംസ് റാറ്റ് ബർഗർ ആയിരുന്നു. ഹോണസ്റ്റ്ലി എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയം. പിന്നീട് മറ്റ് ബുക്സ് ട്രൈ ഔട്ട് ചെയ്തപ്പോൾ പതിയെ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി ഈ ഓത്തറിനെ. ഫോർ എക്സാമ്പിൾ ബില്യണയർ ബോയ്, അതുപോലെ തന്നെ ഓഫുൾ ആൻറ്റി, അങ്ങനെ കുറേ ബുക്സ് വായിച്ചിട്ടുണ്ട് ഡേവിഡ് വില്യംസിൻ്റെ. അപ്പോൾ ഈ ഒരു ബുക്ക് ബേസിക്കലി മെഗാ മോൺസ്റ്റർ എന്ന് പറയുന്ന ബുക്ക് ലാർക്കർ എന്നൊരു കുട്ടി, ആ കുട്ടിയുടെ ഒരു റൈവലായിട്ടുള്ള ടീച്ചർ ഒരു പണി കൊടുത്തിട്ട് ക്രൂവൽ സ്കൂളിലോട്ട് വിടുകയാണ്. അതായത് ആ സ്റ്റുഡൻസിന് എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു സ്കൂളാണത്. കുട്ടികളെ എന്താ പറയുക ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു സ്കൂളിലോട്ട്. അപ്പോൾ അവിടെ വച്ചിട്ട് അവിടുത്തെ ഒരു ടീച്ചറാണ് ഡോക്ടർ. അപ്പം ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഈ ലാർക്കർ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവിടെയുള്ള ഗാർഡനർ. ആ ഗാർഡനർ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, പിന്നെ അവിടെ ഗാർഡനറായി മാറിയതാണ്. ഈ ഗാർഡനറിൻ്റെ ഹെൽപ്പോടുകൂടി കുറേ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യും ആ സ്കൂളിൽ തന്നെ. അപ്പോൾ അതിനെതിരെ ഇവർ ഫൈറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് ബേസിക്കലി ഈ കഥയുടെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂളിൽ വേറെയും കുട്ടികളുണ്ട്, ഈ ക്രൂവൽ സ്കൂളിൽ വേറെയും കുട്ടികളുണ്ട്. ഇവരെല്ലാവരും തന്നെ എന്താ പറയുക, ഈ ലാർക്കർ മാത്രമേ ഇവിടെ നോർമലായിട്ടുള്ളൊരു കുട്ടിയുള്ളൂ. ബാക്കി എല്ലാവരും എന്താ പറയുക ഇങ്ങനെ കുരുത്തക്കേട് കാണിച്ചാണ് ഈ സ്കൂളിലോട്ട് അയക്കപ്പെട്ടത്. ലാർക്കറിന് ആ ടീച്ചർ ഒരു പണി കൊടുത്തതാണെന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ നമുക്കറിയാം ഈ ടൈറ്റിൽ പോലെ തന്നെ മെഗാ മോൺസ്റ്റർ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ബേസിക്കലി മെഗാ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മോൺസ്റ്റേഴ്സ് ചേർന്നിട്ടുള്ള ഒരു വലിയ രൂപം, അതാണ് മെഗാ മോൺസ്റ്റർ. അപ്പം എന്താണ് മെഗാ മോൺസ്റ്റർ എന്ന് നിങ്ങൾ വായിച്ചെന്നെ അറിയാം. അതായത് എങ്ങനെയാണ് മെഗാ മോൺസ്റ്റർ ഉണ്ടായത് അതൊക്കെ നല്ല രസമാണ് കേട്ടോ വായിക്കാൻ. അതുപോലെ ഈ സ്കൂളിലൊരു മോൺസ്ട്രിഫിക്കേഷൻ മെഷീൻ ഉണ്ടെന്ന് ലാർക്കർ കണ്ടുപിടിക്കും. അതിനൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യും. എങ്ങനെയാണ് ഇതൊക്കെ ലാർക്കർ ഡിസ്കവർ ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ നിങ്ങൾ ആ ജേർണിയിലൂടെ പോവാം. പിന്നെ ഈ ഒരു പുസ്തകത്തിൽ വേറെയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ഞാൻ ഇവിടെ കുറേ ക്യാരക്ടേഴ്സിനെയും ഇതിലെല്ലാ ക്യാരക്ടേഴ്സിനെയും ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ലാർക്കർ ആയിക്കോട്ടെ, സ്പോഡ് ആയിക്കോട്ടെ. ഇത് ലാർക്കറിൻ്റെ ആ സ്കൂളിലെ ഫസ്റ്റ് ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ടുമാണ്. പിന്നെ വേറെ കുട്ടികളുണ്ട്, ബഗ്, നക്കിൾസ്, ഡാഫ്റ്റ്, പോങ്കോ, ബൂം. അതുപോലെ ഇതാണ് ഡോക്ടർ. അവർ ഭയങ്കര ഈവിൾ ക്യാരക്ടറാണ്. അവരുടെ അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയാം ഗ്രണ്ട്. പിന്നെ മുകളിലൊരു പൂച്ച ഇരിപ്പുണ്ട്. ഈ പൂച്ച അത്ര നല്ല ആളൊന്നും അല്ല. മെഡിൽ അവസാനം കുഴപ്പമില്ല. പിന്നെ പ്രൊഫസർ, ഡോക്ടറിൻ്റെ അമ്മ, ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരെയും പറയണ്ടല്ലോ, മെയിൻ ക്യാരക്ടേഴ്സിനെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെയാണ് നമ്മുടെ വേംസ്. ഈ വേംസ് ആണ് നമ്മുടെ ഗാർഡനർ എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് ഹാർഡ് കവർ ഫോമാറ്റിലാണ് വരുന്നത്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ബുക്കിനെ പറ്റി പറയാൻ. ഈ ഒരു ആക്റ്റീവ് വോൾക്കാനോയുടെ പുറത്താണ് ഈ ഒരു സ്കൂൾ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല രസമാണ് ഈ ഒരു ബുക്ക് വായിക്കാൻ. എന്താ പറയുക, കുട്ടികൾക്കൊക്കെ വായിച്ചാൽ നല്ല ഇഷ്ടപ്പെടും. ഡേവിഡ് വില്യംസിൻ്റെ ബുക്സൊക്കെ തന്നെ ഒരു ഹ്യൂമർ അടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്കിനി ഗാങ്സ്റ്റർ ഗ്രാൻഡ് ഞാൻ വായിച്ചിട്ടുള്ളത്, അത് വായിക്കണം എന്നുണ്ട്. പിന്നെ കോഡ് നെയിം ബനാനാസ്, ഗ്രാൻഡ് പാസ് ഗ്രേറ്റ് എസ്കേപ്പ്, അങ്ങനത്തെ കുറേ ബുക്സ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബുക്കിനെ വെച്ച് പറയാൻ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത റിവ്യൂമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് മീ നന്മ സൈനിങ് ഓഫ്. ബൈ.